ഹലോ ഹായ് സുഹൃത്തുക്കളെ, ഞാൻ പിന്നെയും വന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ലസിത പാലക്കൽ. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ നിന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് തന്നെ. എപ്പോഴും ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യാറ്, പക്ഷേ നിന്നും കൊണ്ട് വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വീഡിയോ ആയിട്ട് വരുന്നത് തന്നെ. അപ്പോൾ വിഷയം നമുക്ക് പറയാം. ജസ്ന സലീം, അതാണ് ഇന്നത്തെ വിഷയം. ഇന്നത്തെ ടോപ്പിക്കും ഇന്നത്തെ ദിവസത്തെ ടോപ്പിക്കും ഒക്കെ ഇത് തന്നെയാണ്. അപ്പം പറഞ്ഞു വന്നത് വേറൊന്നും കൊണ്ടല്ല, ഏതോ ഒരു BJP നേതാവ് അവളോട് പറഞ്ഞു പോലും ഞാൻ അത്രയ്ക്ക് തറയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പോലും. അപ്പോൾ ഞാൻ കൊയിലാണ്ടിയിൽ ആ വോയിസൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, പറഞ്ഞതിൻ്റെ വോയിസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല. പിന്നെ പറഞ്ഞത് ബൈജു ആട്ടൻ്റെ കാര്യമാണ്, VK ബൈജു ആട്ടൻ്റെ കാര്യമാണ്. അപ്പോൾ അവർ BJP ഒന്നുമല്ല, അവരൊരു ചാനൽ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലും എനിക്ക് പ്രശ്നമില്ല. അപ്പം ഇവള് പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അരുണേട്ടനുമായിട്ട് ഇവള് വീഡിയോ ചെയ്യുന്നത് എനിക്കെന്തോ ഒരു വൈബ്രേഷനാണ് പോലെ. വൈബ്രേഷൻ, എന്ത് വൈബ്രേഷനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എൻ്റെ പൊന്നു മുത്തപ്പ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇവളെ കാമുകൻ നമ്മളെ ശ്രീലേച്ചിൻ്റെയും നമ്മളെ ഹരിതേൻ്റെയും എൻ്റെയും കാമുകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്തിട്ട് നിൻ്റെ കൂടെ കിടന്ന ആൾക്കാർ ഞങ്ങളെ കാമുകനാണെന്ന് പറഞ്ഞേക്കല്ലേ മോളെ. അറപ്പാണ്, അറപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡിനെ പറ്റിയിട്ട്, അതായത് ആദ്യത്തെ ഞാൻ ഡൈവേഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾക്ക് തീരെ മുടിയില്ല എന്നും അറിയാം. മുടിയില്ല എന്നല്ല, വെപ്പ് മുടി വെക്കേണ്ട ആവശ്യവും ഇല്ല. കാരണം നമ്മളൊക്കെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാലും അവരിത് കേൾക്കൂല. കാരണം എനിക്ക് അങ്ങനത്തെ ഇതൊന്നും ഇഷ്ടമല്ല എന്നാണ് അതി പറയല്. അപ്പം അതും ഈ ചങ്ങാഴ്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ആൾക്കാരെ കുടുംബത്തിൽ എത്തി നോക്കലാണ് ഇവർ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്. എൻ്റെത് മാത്രമല്ല, ഈ 18ഓളം കേസുകൾ കൊടുത്ത ഓരോ വ്യക്തികളെയും നമുക്ക് ലിസ്റ്റ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാവും. എന്താണ് മനസ്സിലാക്കാൻ പറ്റിയത് എന്നുള്ളത് വേറൊന്നും കൊണ്ടല്ല, കാരണം കുശുമ്പും കുന്നായ്മയും ഒന്നുമില്ല എനിക്ക്. കാരണം എന്തുകൊണ്ടാണെന്നറിയാവുക, അതൊരു വെറും പെണ്ണാണ്, പെണ്ണ് മാത്രം. അവൾ പറയുവാണെങ്കിലും ഞങ്ങൾക്കും തോന്നണ്ടേ സുഹൃത്തുക്കളെ, ഞങ്ങൾക്കും തോന്നണ്ടേ ഈ കാര്യങ്ങൾ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് BJPക്കാരാണ് ഇവിടെ പൊക്കിയെടുത്ത് വെച്ചത്. ഒരിക്കലുമല്ല സുഹൃത്തുക്കളെ. ചില വ്യക്തികൾ അവളെ പൊക്കി നടക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും എന്നല്ലാണ്ട് നമുക്കൊന്നും പറയാനില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാൻ കാരണം എൻ്റെ അമ്മേനെ വൃത്തികേട് പറഞ്ഞു. അപ്പം ഞാൻ പറയൂലേ ചീത്ത? നിങ്ങൾ അമ്മേനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയൂലേ ചീത്ത? എന്നെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയാൻ കാരണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞാനല്ല കേസ് കൊടുക്കുക, എൻ്റെ അമ്മ കൊടുക്കണം. എൻ്റെ അമ്മയാണ്. അമ്മ ഒന്നും അറിയാത്ത വീട്ടിലിരിക്കുന്ന ഒരമ്മയാണ്. അപ്പം അവരല്ലേ കേസ് കൊടുക്കേണ്ടത്. അപ്പോൾ അവർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് കേസ് കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന്. അപ്പം നമ്മൾ ജസ്ന താത്ത വീഡിയോ ഒക്കെ നിർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അരുണേട്ടനുമായിട്ടുള്ള വീഡിയോ ഇടുന്നത് കൊണ്ട് എനിക്കെന്തോ വൈബ്രേഷനാണെന്നൊക്കെ പറഞ്ഞു. ഒരു വൈബ്രേഷനില്ല. കാരണം അറപ്പാണ് സുഹൃത്തെ. അറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അറപ്പ് മാത്രമാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ അമ്പലത്തിൽ ഇവളെ സ്വന്തം ഏച്ചിയുടെ കസിനാണ് മരിച്ചത് എന്ന് പറയുന്നുണ്ട്. ഈ കസിന് മരിച്ചിട്ട് ചിരിച്ച് കൊണ്ട് ആഘോഷിക്കലാവുള്ളൂ. മുസ്ലിംസൊക്കെ അങ്ങനെയാണ് പോലും. നമ്മളെ നാട്ടിൽ എന്താ പറയുക, ഒരു മരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ വിട്ട് പോകുമ്പോൾ നമുക്കതിൻ്റെ ഒരു വിഷമം അതെങ്ങനെയാണെങ്കിലും ഉണ്ടാവും. അതെങ്ങനെ ഏത് രൂപത്തിലാണെന്ന് നമുക്ക് ഒരു പക്ഷേ പറയാൻ പറ്റാത്ത വേദനകൾ, പറയാൻ പറ്റാത്ത കരച്ചിലുകൾ, കൂട്ടക്കരച്ചിലുകൾ, ഇതൊക്കെയാണ് നമ്മളെ ഹിന്ദുസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക. ഇനി മുസ്ലിംസ് ഇങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇവള് മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്നൊന്നും നമുക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. പൊലയൊന്നും അവർക്ക് പ്രശ്നമല്ല. പൊലയിൽ വരക്കും, കൃഷ്ണനെ വരക്കും, പൊലയിലൊന്നും പ്രശ്നമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അത് അവരെ വ്യക്തിപരമായ ആക്കും. പക്ഷേ ഗുരുവായൂർ അമ്പലനടയിൽ പൊലയും വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കോടതി നിയമമൊക്കെ എല്ലടേ. വെറുതെയാണ് നിന്നെ കോടതി, വെറുതെയാണോ പറഞ്ഞത് കോടതി? നീ ആദ്യം എന്താ പറഞ്ഞത്? വെറും നല്ല ദിവസങ്ങളിൽ മാത്രം അവിടെ പോകുമെന്ന്. നിൻ്റെ വായിൽ തന്നെ ഗുളികം വീണിയാണ്. നിൻ്റെ വായി തന്നെ, അതായത് കൃഷ്ണൻ്റെ രൂപത്തിൽ തന്നെ നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഇത് തന്നെയാണ് നിനക്കുള്ള ശിക്ഷ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. മനസ്സിലായിനാ സുഹൃത്തെ? ഇനിയെങ്കിലും മനസ്സിലാക്കി പഠിക്കാൻ നോക്ക്. മറ്റുള്ള കാര്യത്തിൽ ഇടപെടാണ്ട് കോപ്പി പേസ്റ്റ് ചിത്രവും വരച്ച് തൻ്റെ അടുത്തോളം ജീവിക്കാൻ നോക്കടി.
എല്ലാവരും കോപ്പി പേസ്റ്റ് ചിത്രം വരച്ചിട്ട് ഇത് ഞാനല്ല ഏട്ടാ, പല ചിത്രങ്ങളും വരക്കുന്നുണ്ട് ഏട്ടാ എന്നൊന്നും പറഞ്ഞ് നടക്കാതെ സ്വന്തമായിട്ടുള്ള നല്ല സ്വന്തമായിട്ട് ഏതെങ്കിലും നീ പറയുന്നുണ്ടല്ലോ ഗുരുവിൻ്റെ അടുത്തൊക്കെ പോകുന്നു. ഞാനത് കേട്ട് ചിരിച്ചു. പാവ ഇനി ഗുരു എപ്പോഴാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്ന് പറയുന്ന കാലം വരെ വിദൂരമല്ല എന്ന്. കാരണം പറഞ്ഞു നടക്കുന്നില്ലേ, നിന്റെ സ്വന്തം ഏട്ടനല്ലേ നിന്നെ പീഡിപ്പിച്ചത്. നിന്റെ സ്വന്തം ഏട്ടൻ റോഷൻ എന്ന് പറയുന്ന ആ ഡോക്ടറെ നിന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു, കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന് പറയുന്നത് നീ തന്നെയല്ലേ. റോഷൻ എൻ്റെ സ്വന്തം ചേട്ടനാന്നൊക്കെ പറഞ്ഞത്. അയാളൊരു സുപ്രഭാതത്തിൽ നിന്നെ കസേരയിലിട്ട് പീഡിപ്പിച്ചു. അതുപോലെ തന്നെ ആയിരിക്കില്ലേ ഗുരുവിൻ്റെ അവസ്ഥയും. അമോ ഭാഗം.